പെസഹ വ്യാഴം. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 13 വാക്യങ്ങൾ 1 മുതൽ 15 വരെ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇന്നത്തെ സുവിശേഷം എളിമയുടെ ഉത്തമ മാതൃക നൽകുന്ന സുവിശേഷമാണ്. കർത്താവ് കാണിച്ചു തരുന്ന എളിമയെന്നത് ഗുരുവായിരിക്കുന്ന താൻ തൻ്റെ ശിഷ്യരായിരിക്കുന്നവരുടെ പാദങ്ങളോളം തൻ്റെ ശിരസ്സ് കുനിക്കുക എന്നുള്ള ഉദാത്ത മാതൃകയാണ്. യേശുവിൻ്റെ കാലത്ത് പൊടി നിറഞ്ഞ പാതകളിലൂടെ നടന്ന ഭവനങ്ങളിലേക്ക് വരുന്ന ഏതൊരുവനും കാൽ കഴുകിയാണ് ഭവനത്തിലേക്ക് പ്രവേശിക്കാറുള്ളത്. സാധാരണഗതിയിൽ ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന ദാസന്മാരോ അടിമകളോ ആയിരുന്നു യജമാനന്മാരുടെ പാദങ്ങൾ കഴുകിയിരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിലും പുറത്തുനിന്ന് വരുമ്പോൾ പാദങ്ങൾ കഴുകി അകത്തേക്ക് സ്വീകരിക്കുന്ന പല സംഭവങ്ങളുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18:4 അബ്രാം തൻ്റെ അതിഥികളുടെ കാലുകൾ കഴുകുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. ഉൽപ്പത്തി 19:2 ലോത്ത് ദൂതന്മാരുടെ കാല് കഴുകി തൻ്റെ വീട്ടിൽ താമസിക്കുവാൻ നിർബന്ധിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ പാപിനിയായ സ്ത്രീയും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ലാസറിൻ്റെ സഹോദരി മറിയവും സുഗന്ധ തൈലം കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ കഴുകുന്നത് പാദശുദ്ധീകരണത്തിൻ്റെ ഭാഗമായാണ്. ലൂക്കയുടെ സുവിശേഷത്തിൽ കർത്താവ് ശിമയോനോട് പറയുന്നുമുണ്ട്, നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ എനിക്ക് കാലുകൾ കഴുകാൻ വെള്ളം തന്നില്ല എന്നുള്ളത്. ഈയൊരു രീതി പിഞ്ചെന്നാവണം പിന്നീട് ദാസന്മാരോ അടിമകളോ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്ന യജമാനന്മാരുടെ പാദങ്ങൾ കഴുകുക എന്ന സംസ്കാരം രൂപപ്പെട്ടത്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോൾ ഗുരുവായിരിക്കുന്ന താൻ അടിമയുടെ ദാസ്യവേല ചെയ്യുന്നതിനായി തന്നെ മാറ്റുകയാണ്. എന്നിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഭൂമിയോളം തലകുനിച്ചാൽ മാത്രമേ ഒരാളുടെ പാദങ്ങൾ കഴുകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ച രക്ഷകനായ ഈശോയെ നിസാര കാര്യങ്ങളിൽ പോലും അഹങ്കാരത്തോടുകൂടെ ഒട്ടും എളിമയില്ലാതെ ഞങ്ങൾ പെരുമാറാറുണ്ട്. ദൈവപുത്രനായിരുന്നിട്ടും അങ്ങ് ഭൂമിയോളം താഴ്ന്നുവല്ലോ. അങ്ങയുടെ ഈ മാതൃക അനുകരിച്ച് ഏറ്റവും എളിയവൻ്റെ മുമ്പിൽ പോലും വിനയത്തോടെ തലകുനിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.